ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ. നമ്മൾ CBZ എക്സ്ട്രീമാണ് വണ്ടി ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി വന്നേരുന്നതാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ചെയിൻ സ്പോക്കറ്റ്. അങ്ങനെ ഫുൾ സെറ്റ് കംപ്ലൈൻ്റ് ആറും. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 1090 രൂപയാണ് നമുക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് കൂടി വരും. അത് ഏകദേശം ഒരു 1500 താഴെ വരും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ പുതിയ ചെയിനാണ്. ഒരു 500 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ചെയിൻ ലൂസാവും. അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്തോണം. അതായത് ചെയിൻ അടിക്കണ നോക്കിയൊക്കെ ഏകദേശം ഒരു 1500 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഫസ്റ്റിലത്തെ ടൈറ്റിങ് നിർബന്ധമായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഓരോ 1000 കിലോമീറ്ററിൽ ടൈറ്റ് ചെയ്യുക. പറയാൻ കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ യൂണിക്കോൺ CBZ എക്സ്ട്രീം ഹങ്ക് മോഡൽ വണ്ടികളുടെയൊക്കെ സസ്പെൻഷൻ്റെ ലെങ്ത്ത് നോക്കിയോ ഇവിടെ തുടങ്ങി ഇത്രയും ലെങ്ത്ത് വരെ ചെയിൻ ഓൾറെഡി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെയിൻ ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ ഓവർലാപ്പിങ് കഴിഞ്ഞ് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ചെയിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യുക. കാരണം അപ്പോഴത്തേക്കും ചെയിൻ ലൂസാവും, ഉറപ്പായിട്ട് ലൂസായിട്ടുണ്ടാവും. നമുക്ക് ചെയിൻ അടിക്കണമെന്നില്ല, ചെയിൻ അടിക്കണ സൗണ്ടൊന്നും ചിലപ്പോൾ കേട്ടൊന്നുമില്ല, പക്ഷേ ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ആ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഓയിലൊക്കെ കൊടുത്ത് ഇടുമ്പോൾ ചെയിൻ അത്യാവശ്യം ലൈഫ് കിട്ടും. ചെയിൻ ഡ്രൈ ആവില്ല, ലൈഫ് കിട്ടും, മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയിൻ കംപ്ലയിൻറ്റ് വരും. അത് നമ്മൾ എത്ര നല്ല ചെയിൻ ഏത് ചെയിൻ മേടിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇട്ടാണ് കമ്പനി ചെയിനാണ്, കമ്പനി ചെയിനൊന്നുമല്ല, ഏത് ചെയിൻ ഇട്ടാലും നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം മെയിനായിട്ട് ഇതാണ്. ചെയിൻ കറക്റ്റ് ടൈമിൽ ടൈറ്റ് ചെയ്ത് ഓയിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയിൻ കവറുള്ള മോഡൽ. ചെയിൻ കവർ ഇല്ലാത്ത മോഡലൊക്കെ ആണെങ്കിൽ ചെയിൻ ലൂബ് കാര്യങ്ങൾ കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് തന്നെ ചെയിൻ നിൽക്കുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന സംഭവം ചെയിനാണ്. പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് നമുക്ക് മാക്സിമം അതിൻ്റെ ലൈഫ് എടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.